from Santa's family and thrilled to meet you to the festival. Firstly, I would like to welcome our respected sister. Welcome, sir. A big welcome to our principal sister Polly, who we love so much. Welcome, sister. Let's also give a warm welcome to our manager sister Lucy and all the sister present. Welcome, sisters. And a huge welcome all my teachers, parents, and my friends. Welcome. Next, I welcome Sonima to this great event. Welcome all of you. Tonight, I'll call you what you like. We'll make it such a night to remember all our lives. I'll really blow your mind. Oh boy, make your mind up. We're running out of time. Welcome, everybody come. Welcome, welcome to the party. Come, welcome, welcome. Everybody come. Welcome, welcome to the party. Come, welcome, welcome. Just clap your hands. Just clap your hands. Just clap your hands.
music comes on, I stand proudly. Today I graduate. The people clap, the people cheer for me, for you, for us. Thank you, my school. Thank you, my teachers. Thank you, my friends. You are in my heart, in my heart. You are always in my heart. Bravo! Outstanding! Hooray! The music comes on, I stand proudly. Today I graduate. The people clap, the people cheer for me, for you, for us. Thank you, my school. Thank you, my teachers. Thank you, my friends. You are in my heart, in my heart. You are always in my heart. Promise to be a good friend. To help us. Care for those around me. I want to be kind and honest too. And always try my best. That's what I will do. I will respect my teachers, family and friends. I be proud of who I am till the very end. I will keep learning, growing and exploring every day. And make my school family proud in every way. Thank you. Now I welcome our teachers for a short message. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ വന്നുചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കുഞ്ഞ്, എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത് എന്താ സിസ്റ്ററെ, കുറച്ച് കൊച്ചു ഡോൾസ് അല്ലേ, കുഞ്ഞ് ഡോൾസ് ഇരിക്കുന്നത് പോലെയുള്ള ഒരു വല്ലാത്ത പ്രതീതിയായിരുന്നു. എനിക്ക് എന്റെ കൂടുതൽ സ്വീകരിച്ചപ്പോൾ തന്നെ ആ ഒരു സന്തോഷത്തിലായിരുന്നു. അതോടൊപ്പം ഇന്ന് നിങ്ങളുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇവിടെ വന്നു ചേർത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പേരൻസ്, ഒത്തിരി സന്തോഷപൂർവ്വമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളിങ്ങനെ പോകുന്ന ഓരോ പ്രോഗ്രാംസ് എഴുതിയിടാറുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം 1225ാമത്തെ പ്രോഗ്രാമാണ്. അപ്പൊ ഇപ്പോഴത്തെ കാലം ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാമുകൾക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിട്ട്, ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ ഈ സ്കൂളിന്റെ പ്രത്യേകിച്ച് ഈ ഗ്രാജുവേഷൻ ഡേയെ ഞാൻ പ്രത്യേകിച്ച് സമർപ്പിച്ച് പറയുകയാണ്. അത്രമാത്രം സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ടൂർ പോയി. അവിടെ ചെന്ന് ഇല്ലാത്ത പൈസ കൊടുത്തിട്ടാണ് ഫ്ലവർ ഷോ നിൽക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് വെറുതെ ഫ്ലവർ ഷോയ്ക്ക് ആ പൈസ കളയേണ്ടതിന് പകരം നിങ്ങൾ ഈ ഗ്രാജുവേഷൻ ഡേക്ക് വന്നാൽ മാത്രം മതി. ഒരുപാട് ഫ്ലവേഴ്സ് പൂത്ത് നിൽക്കുന്നത് പോലെയുള്ള സൗന്ദര്യം ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം. ഇത് എന്നും ഇന്ന് നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പേരൻസിനെയും ഒരിക്കൽ കൂടി എനിക്കിവിടെ വന്നിരിക്കുന്ന ഡ്യൂട്ടി പേരൻസിനോട് സംസാരിക്കണമെന്നാണ്. അപ്പൊ എല്ലാ പേരൻസിനെയും ഒത്തിരി സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതൊരു ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രസംഗമായിട്ടോ ഒന്നും ഞാൻ നേടുന്നില്ല. പകരം ഞാനിതൊരു ഇന്ററാക്ഷൻ ലെവലിലേക്ക് മാത്രം കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പേരന്റിനെ ഞാനൊന്ന് ക്ഷണിക്കുക. ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രം ഒരു പേരന്റിന്. ഏത് പേരന്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, മുമ്പിലിരിക്കുന്ന ആള് തന്നെ. അപ്പോ ആ പേരന്റ് ഒന്ന് എഴുന്നേക്കാമോ? ഒരൊറ്റ ചോദ്യം, ഒറ്റ ഉത്തരം ചോദിച്ചോട്ടെ. പേരന്റിന്റെ പേരെന്ന് പറയാമോ? ഞാൻ വിളിച്ചോട്ടെ. ഓക്കെ, ഞാനിവിടെ ഒരു ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചത്. 3 പേരെയാണ് ഞാൻ ചോദിച്ചത്. തുടക്കം നോക്കി ചോദിച്ചു, രണ്ടാമത്തെ ആളിനോട് ചോദിച്ചു, മൂന്നാമത്തെ അനുപേട്ടനോട് ചോദിച്ചു നിർത്തി.
രണ്ടുപേരും ഭാര്യ ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി. ഒരാളിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, അദ്ദേഹം ഷെമി അല്ലേ, ഷെമി ആ ആൻസർ ഒന്നുകൂടി ഒന്ന് പറയാമോ? എനിക്ക് കിട്ടിയില്ല ആ ആൻസർ, ഒന്ന് ഉറച്ചു പറയാമോ? മക്കൾ. അവിടെ ഇവിടെ ആരും ഹസ്ബൻഡ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ അതുകൊണ്ട് അത് എടുക്കില്ല എന്ന് പറഞ്ഞത്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പേരന്റ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങളോട് ഒന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. നിങ്ങളുടെയൊക്കെ മക്കൾ എന്നാണോ എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ അമ്മയാണ്, അല്ലെങ്കിൽ എന്റെ അച്ഛനാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്റെ പേരൻസ് ആണെന്ന് എപ്പോൾ പറയുമോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു അമ്മ ജീവിതത്തിൽ വിജയിക്കുന്നത്, ഒരച്ഛൻ ജീവിതത്തിൽ വിജയിക്കുന്നത്. യഥാർത്ഥത്തിൽ പേരന്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയിക്കുന്നത് അപ്പോഴാണ്. അല്ലാതെ നമുക്ക് കാറുണ്ടെന്ന് പറഞ്ഞിട്ടോ, വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പടുത്തെന്ന് പറഞ്ഞിട്ടോ, ഒരുപാട് ഗ്രാജുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, എന്താ പറയുക, ഒത്തിരിയേറെ വലിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നുമല്ല. നമ്മൾ വിജയിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ സമയത്താണ്. എപ്പോഴാണോ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പറയുന്നത് എന്റെ ഫ്രണ്ട് എന്റെ അമ്മയാണ് അല്ലെങ്കിൽ എന്റെ അച്ഛനാണെന്ന് പറയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. ശരിയാണോ? ശരിയായിരിക്കണം. കാരണം ഞാൻ ഇന്ന് മുതൽ നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒന്ന്, ആദ്യം ആ കുട്ടികൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് പഠിപ്പിക്കണം, അമ്മ ആണെന്ന് പഠിപ്പിക്കണം. അമ്മ എന്ന് എല്ലാവരും ഏറ്റു പറയാവോ? ഇവിടെ ഇരിക്കുന്ന കുട്ടികളും പേരൻസും എല്ലാം ഒരുപാട് എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ഞാൻ പറയുന്ന വേർഡ് ഒന്ന് ഉറച്ചു പറയാമോ? അമ്മ എന്നൊന്ന് പറഞ്ഞേ. അയ്യോ, ഇതാണ് ഉറച്ചു പറയുന്നത്. ഉറച്ചു പറയാൻ പേരൻസ് ശക്തിയില്ലേ? പേരൻസ് മാത്രം, കുട്ടികളിൽ ഞാൻ പേരൻസിനോട് ചോദിക്കുന്നത്, ബേസ് ഒന്ന് പറയാമോ? ഇച്ചിരി ബേസ് പേരൻസ് ഒന്ന് പറയാവോ? അമ്മ ഒന്ന് ഉറച്ചു പറഞ്ഞേ. പോരാ, ശക്തി വരട്ടെ. അമ്മ എന്ന് പറഞ്ഞേ. ആണുങ്ങളുടെ സ്വരം കേട്ടോ? ഇവിടെ പുറത്തു വരുമ്പോൾ ആണുങ്ങളുടെ സ്വരം ഉയരത്തിലും സ്ത്രീകളുടെ സ്വരം താഴെയാണ്. അങ്ങ് അകത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഉയരവും നമ്മൾ താഴെയാണ്. ഒന്നുകൂടി എല്ലാവരും ഉറച്ച് അമ്മ എന്ന് പറഞ്ഞു. കുട്ടികൾ പറഞ്ഞു അമ്മ. ഈ അമ്മ എന്ന് നിങ്ങൾ പറയാൻ നേരത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും മനസ്സിലേക്ക് ആ അമ്മ എന്ന വേർഡ് കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? അമ്മ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ആകെ ഉപയോഗിച്ചത് രണ്ടേ രണ്ട് ലിപ്പ് മാത്രമാണ്. മുകളിലത്തെ ചുണ്ടും താഴത്തെ ചുണ്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാക്കിന് അവിടെ ആവശ്യം വന്നിട്ടില്ല, പല്ലിന് ആവശ്യം വന്നിട്ടില്ല, നമ്മുടെ ഉണ്ണാക്കിന് ആവശ്യം വന്നിട്ടില്ല. ആകെ എടുക്കാൻ പറ്റുന്നത് വെറും ചുണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അമ്മ എന്ന് പറയാൻ പറ്റി. ശരിയാണോ? ശരിയാണോ? ഓക്കെ. അപ്പൊ അമ്മ എന്ന് പറയാൻ പാടുവന്നില്ല. കാരണം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം, ജനിച്ചു വീഴുന്ന സമയത്ത്, ജനിച്ചിറങ്ങുന്ന സമയത്ത് ഒരു 2-2.25 കിലോയുള്ള ഒരു കുഞ്ഞു വാവയായിരുന്നു നിങ്ങൾ ഓരോരുത്തരും. ഇപ്പൊ അമ്മ എന്ന് ഉറച്ചു പറഞ്ഞവരല്ല. പക്ഷെ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ചെറിയ ഒരു പേന എടുത്തു തന്നാൽ അതൊന്ന് പിടിക്കാനുള്ള കഴിവില്ല. ഒരു 50 ഗ്രാം അരി എടുത്തു തന്നാൽ അതൊന്ന് കയ്യിൽ പിടിക്കാനുള്ള ബലമില്ല. പെടലി ഒന്നും ഉറച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ രണ്ട് ചുണ്ട് കൊണ്ട് അമ്മയുടെ അമ്മിഞ്ഞ വലിച്ചു നുകലെടുക്കാനായിട്ട് ഈ രണ്ട് ചുണ്ട് തന്നില്ലേ ദൈവം? ശരിയല്ലേ? ആ ചുണ്ട് കൊണ്ടല്ലേ അമ്മിഞ്ഞ നുകർന്നെടുത്തിട്ട് നമ്മൾ അമ്മയെ പറയുന്നത് ഭൂമിയോളം വലുതാവാനായിട്ട് അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ നുകർന്നല്ലേ പറയുന്നത്. അപ്പൊ ശരിക്കും ആ രണ്ട് ചുണ്ട് ഉപയോഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അമ്മയെന്ന് പറയാൻ പറ്റി. ഇത് ഓരോ പേരന്റും നാളെ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ചോദിച്ചാൽ അമ്മയെന്ന് പറയാനായിട്ട് അവർക്ക് പറ്റണം. ഇനി രണ്ടാമത്തെ വേർഡ് പേരന്റിൽ രണ്ടാമത് വരുന്നത് അച്ഛൻ എന്നാണ്. നിങ്ങൾക്ക് ഉറച്ചു പറയാവോ? അച്ഛന് അച്ഛൻ ഒന്ന് ഉറച്ചു പറഞ്ഞേ. കൊച്ചുങ്ങൾ പറയുന്നുണ്ട് അച്ഛൻ. യെസ് സോണി മാഡം ഒന്ന് ഉറച്ചു പറഞ്ഞു അച്ഛൻ. ഈ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അച്ഛൻ എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ മേലത്തെ പല്ലും താഴത്തെ പല്ലും കൂട്ടിയിടിച്ചിട്ടുണ്ടാവും. നാക്ക് മുകളിൽ മുട്ടിയിട്ടുണ്ടാവും. എപ്പോഴൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ രണ്ട് പല്ലും നാവും മുകളിലേക്ക് കൂട്ടിമുട്ടുന്നത് ഒന്ന് കൂടുതൽ സംസാരിക്കുമ്പോൾ. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾ വന്ന് കഴിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത്, അല്ലെ? അപ്പോ അച്ഛൻ എന്ന് പറഞ്ഞപ്പോ മുകളിലത്തെ താഴത്തെ പല്ലും നാവും കൂട്ടിമുട്ടി എന്ന് പറയുമ്പോൾ അച്ഛന്റെ കടമ എന്താ? വീട്ടിലേക്കുള്ള അന്നം കൊണ്ടുവന്ന്, അതായത് രക്തം വിയർപ്പാക്കി മക്കളെ അന്നമൂട്ടി വളർത്തി ആകാശത്തോളം ഉയർത്തി എന്നാണ് അച്ഛന്റെ സ്ഥാനം. അതുകൊണ്ടാണ് പേരൻസ് രണ്ടാമത് അച്ഛനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ മാത്രം നോക്കിയാൽ മതി അച്ഛൻ. ഇവിടെ നിങ്ങളുടെ വെൽക്കം സ്പീച്ചിനകത്തും വെൽക്കം ഡാൻസിനകത്തും ഒക്കെ പറയുന്ന വാക്കുണ്ടായിരുന്നു, നമ്മുടെ സ്കൂളിനെ ബഹുമാനിക്കുക, രണ്ട് റെസ്പെക്ട് അവർ ടീച്ചേഴ്സ് എന്ന് പറയും. ഞങ്ങൾ ടീച്ചേഴ്സിനെ എപ്പോഴും ബഹുമാനിക്കുന്നു. കാരണം ഇവിടെ നിന്ന് കുട്ടികൾ ഡാൻസ് ചെയ്യുമ്പോൾ ടീച്ചർ ഇവിടെ നിന്ന് ഡാൻസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. നല്ല ഭംഗിയായിട്ട് ആ കുട്ടികൾ ഡാൻസ് ചെയ്യുന്നു. അതുകൊണ്ട് പേരൻസ് പറഞ്ഞു കൊടുക്കേണ്ടത് മൂന്നാമത്തെ വാക്ക്. അച്ഛൻ അമ്മ കഴിഞ്ഞാൽ മൂന്നാമത്തെ വാക്കായ ടീച്ചർ. ടീച്ചർ എന്ന് പറഞ്ഞു കൊടുക്കണം. ടീച്ചർ എന്ന് പറയാൻ ഒരു പാടുമില്ല. മലയാളി വെച്ച് പറഞ്ഞാൽ മതി. ഇവിടുത്തെ മലയാളക്കാരല്ലേ, അത് നമുക്ക് അല്പം മലയാളം എടുക്കാമല്ലോ. ഗുരു എന്ന് പറഞ്ഞാൽ മതി. ഗുരു ഒന്ന് പറഞ്ഞല്ലാതെ ഗുരു എന്ന് ഈ ഗുരു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാതാപിതാ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതി നിൽക്കുന്ന വ്യക്തി ആരാ? നിങ്ങളുടെ ഗുരുക്കന്മാരാണ്. ഈ ഗുരു എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ് മലമുകളിൽ നിന്ന് പഠിപ്പിച്ചു എന്ന് പറയും. ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? എവിടെ എടുത്താലും എന്തെടുത്താലും ദൈവത്തിന് വേണ്ടി. അല്ലാഹ് ഈസ് എ ഗോഡ്, ബട്ട് മുഹമ്മദ് ഈസ് എ മെസഞ്ചർ.
ദൈവത്തിന് മുമ്പിൽ നമ്മൾ എന്താ നിസ്കരിക്കുമ്പോൾ എല്ലാം സമർപ്പിക്കുക ചെയ്യുന്നത് അല്ലേ? ഭഗവാന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കടക്ക് തിരുവാതിരയ്ക്ക് വരിക അല്ലെ? ശരിക്കും ഭഗവതിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? എല്ലാം സമർപ്പിക്കുകയാണ് ദൈവത്തിന് മുമ്പിൽ. അതുപോലെ ഗുരു എന്ന് പറഞ്ഞാൽ സർവ്വതും സമർപ്പിക്കുക. നിങ്ങൾ ഒരിക്കൽ കൂടി ഗുരു എന്ന് പറഞ്ഞേ, കുറച്ച് പറ ഗുരു. ഇത് പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ള ശ്വാസത്തെ പുറത്തേക്ക് വിട്ടെങ്കിലേ ഗുരു എന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ലേ? ശരിയാണോ ഞാൻ പറയുന്നത്? ഗുരു ശരിയല്ലേ? ഉള്ളിലുള്ള ശ്വാസം, അതായത് നമ്മുടെ ശ്വാസം ഉണ്ടെങ്കിലേ ജീവൻ. അപ്പൊ നമ്മളെ പൂർണ്ണമായിട്ടും ആർക്ക് സമർപ്പിക്കാം? ആർക്ക് സമർപ്പിക്കാം? ഗുരുവിന് സമർപ്പിക്കാം. അപ്പൊ മാതാ പിതാ ഗുരു, അവസാനത്തെ ആരാ? ദൈവം. ഉറച്ചു പറ ദൈവം എന്ന്. ദൈവം എന്ന് പറയുമ്പോൾ എല്ലാം ദൈവം തിരിച്ചു തന്നു എന്നാണ് അതിനർത്ഥം. ദൈവം എന്ന് പറയുമ്പോഴത്തേക്ക് ആര് ദൈവം എന്ന് പറയുന്നു? ദൈവം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അകത്ത് നിന്ന് പുറത്ത് നിന്ന് അകത്തേക്ക് എടുക്കണം. അങ്ങ് ഇറക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അങ്ങോട്ട് പോയതൊക്കെ തിരികെ തന്നില്ലേ ദൈവം? നമ്മൾ ഗുരു എന്ന് പറയുമ്പോൾ ശ്വാസം അങ്ങോട്ട് കൊടുത്തപ്പോൾ തിരിച്ച് അമ്മയ്ക്കും അച്ഛനും ഗുരുവിനും വേണ്ടിയിട്ടുള്ളതെല്ലാം ദൈവം എന്ത് ചെയ്തു? തിരിച്ച് നിങ്ങളിലേക്ക് ദൈവം ഇറക്കിയില്ലേ? അപ്പൊ എപ്പോഴും ഓർത്തേക്കുക, നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങളൊന്ന് കേൾക്കുക. ഒരിക്കൽ കൂടി അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഞാൻ ഒത്തിരി സ്കൂളുകളിലെ PTA മീറ്റിംഗിലൊക്കെ പോകാറുണ്ട്. അവിടെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് കടന്നു വരുന്നത്. പക്ഷെ ഇവിടെ കൊച്ചു കുട്ടികളായി ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും എത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസ്സാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയും. അതുപോലെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. സോ എങ്ങനെ താങ്ക് യു. ഈ ഒരു സമയത്തിന് വേണ്ടി നല്ലൊരു നന്ദി പറയുന്നത്. താങ്ക് യു. Sebastian to kindly present the token of appreciation to our esteemed chief guest. Now a wonderful dance performance from Congress Korea. Let's give a warm welcome. மற்றக்கா வந்தாச்சே டிவா, மொர்ரக்கா மற்றக்கா தாவியாடும் பூவா, மஃப்ரக்கா மெட்டாரிக்காயும் கூட ஆட நீவா, மஃப்ரக்கா மெட்டாரிக்கா லைஃப் டான்சிங் ஷோவா, நான் மைக்கேல் ஜாக்சன் நிலவு நிலவு நடை காட்டட்டா, நான் ஹித்திக் ரோஷி வளைவு நெளிவு அது சிக்கட்டா, நான் பரிஷ்ணி கோவி நடக்கும் நடைய ஒரு ballet தான், நான் பிரபு தேவி கடக்கு முடக்கு என தடுக்கு படக்கு என வச்சா அடி வச்சா இதரோடும் கூட மேடா சச்சா சச்சா என் ஹார்ட் பீட் மாட்டா. மொர்ரக்கா மற்றக்கா வந்தாச்சே டிவா, மொர்ரக்கா மற்றக்கா தாவியாடும் பூவா, மஃப்ரக்கா மெட்டாரிக்காயும் கூட ஆட நீவா, மஃப்ரக்கா மெட்டாரிக்கா லைஃப் டான்சிங் ஷோவா. झटका जरा सा महसूस हुआ एक लाइफ की गाड़ी ने कस के मारा ब्रेक हो रहा है क्यों कंफ्यूज मेरे दिल मशवरा मेरा तू आजमा के देख यही उम्र है कर ले गलती से मिस्टेक 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 बेटा चल मसल फुलाना थोड़ी बॉडी बनाना तेरे चिकन डालो केस कबल की फसल उगाना अरे रे रे ओबे चल बेटा शुरू हो जा शुरू बगल उठा के थोड़ा डीए लगाना किसी बगल
साइकिल भगा के दे यही उम्र है कर ले गलती से मिस्टेक 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 बेटा Our manager, Sister Lizzie, for a short message. Respected Principal Sister Molly, Mr. Vinu, Sonia ma'am, teachers, parents, and little kids. ഒത്തിരി സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിനൊപ്പം അല്പം അസൂയമുണ്ട്. അതിനെന്താ കാരണം എന്നറിയാവോ? ഈ കോട്ടിട്ട് നിൽക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞാലേ ഈ കോട്ട് ഞങ്ങൾ വിട്ടുകൊടുക്കും. അപ്പം അത്രയും കാലം ഞങ്ങൾ കാത്തിരിക്കണമായിരുന്നു. ഞങ്ങൾ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളെ ഡിഗ്രിയൊക്കെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് സമയമെടുത്തു. അപ്പൊ ഈ 17 വയസ്സിലും ഞങ്ങൾക്ക് ഈ കോട്ട് കിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഈ ഡ്രസ്സ് ഇട്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്റെ ഓർമ്മ ആ ഡിഗ്രി വാങ്ങിയ ആ സമയത്തേക്ക് തിരിച്ചു പോയി. അതോടൊപ്പം എനിക്കറിയത്തില്ല എവിടെ ഇരിക്കുന്ന എത്ര പേരൻസ് ആണ് നിങ്ങളുടെ ഓർമ്മ ഒരു 2 വർഷത്തിന് മുമ്പിലേക്ക് പോയത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്ന ആ ദിവസം ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ കൈകൾ പിടിച്ച് കരഞ്ഞ് പലരും അച്ഛന്റെ തോളത്ത് കിടന്ന് ഉറങ്ങുന്നത്. വേറെ ചിലർ പറയും അയ്യോ വേണ്ട എനിക്ക് അവരെ അറിഞ്ഞുകൂടാ, കരച്ചിലും ബഹളവും എല്ലാം. പക്ഷെ ഇന്ന് 2 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ കോട്ടുമിട്ട് നെഞ്ചു പിരിച്ച് ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, നിങ്ങൾ കൊണ്ടുവന്നു വിട്ട ആ കുഞ്ഞുങ്ങളല്ല ഞങ്ങൾ ഇന്ന്. ഞങ്ങൾ ആരൊക്കെയോ ആയിത്തീർന്നു, എന്തൊക്കെയോ ആയി. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ആ എന്തൊക്കെയോ ആരൊക്കെയോ ആയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ടീച്ചേഴ്സ്? ഓർക്കുന്നുണ്ടോ പേരൻസ്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാനം കൊടുത്ത നിങ്ങളുടെ ടീച്ചേഴ്സിനെ എന്നും ഓർക്കുവാനായിട്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കേട്ടോ. ഇവന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ മുമ്പിൽ നിന്ന് നിൽക്കുമ്പോ ഈ ടീച്ചേഴ്സൊക്കെ നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടു, തൊട്ടു, സ്നേഹിച്ചു, മനസ്സിലാക്കി. ആ തൊടലിലും സ്നേഹത്തിലും അവർ വളർന്നു. ഇന്ന് 2 വർഷം കഴിയുമ്പോൾ അവർ നിങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തു, അടുത്ത ഘട്ടത്തിലേക്ക് പോകുവാൻ ഞങ്ങൾ റെഡിയാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ ടീച്ചേഴ്സിനും ഹാറ്റ്സ് ഓഫ്. നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കരുതൽ, അതാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങൾ. അവരോടുകൂടി പ്രവർത്തിച്ച എല്ലാ പേരൻസിനും കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങൾ. വൺസ് അഗൈൻ ഈ ചാൻസ് തന്ന എല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. കുഞ്ഞിലം വാഴ കഥ കേട്ട്
നീയെന്നും മുന്നിൽ തെളിഞ്ഞു വരും. നീ എന്ന വിത്തടത്ത് നന്നൊരു താഴത്തി മാറ്റിത്തരും. കുഞ്ഞിലും വാവേ കഥ കേട്ട് മെല്ലെ മെയ്കൂട്ട് മാവേ ചൂട് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയൂടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉയർന്നു വാ കരകളെ നീ ഉടച്ചു വാ ഉയർന്നു വാ കരകളെ നീ ഉടച്ചു വാ. Our principal, Sister Molly, for a short message. So dear respected managers to this James, Mr. Binu, Sonia ma'am, my beloved parents and loving little ones. I know it is a quite long time we are here. I don't want to lengthen my speech, but just one important thing I would like to mention. ഇപ്പോൾ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വളരെ അത്ഭുതമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഉന്മേഷവും എനർജിയും സന്തോഷവും തരുന്നത് നമ്മൾ കുട്ടികളുടെ കൂടെ ആയിരിക്കുമ്പോഴാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വൈബുള്ള ഒരു ഇടമാണ് കുട്ടികളുടെ ക്ലാസ് റൂംസ്, എസ്പെഷ്യലി LKG ആൻഡ് UKG. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകൾ അതാണ്. സോ എവറി ഡേ like 1 hour or few minutes I used to spend with the little ones. It's because കുട്ടികൾ എപ്പോഴും നിഷ്കളങ്കരാണ്, വളരെ ഓപ്പണാണ്, അവർ വളരെ റിസപ്റ്റീവ് ചിൽഡ്രനാണ്. അവരുടെ ഒരു കളങ്കം ഇല്ല. അപ്പം ഈ നിലയിൽ ഈ നിഷ്കളങ്കതയോടെ ഈ ഒരു ഓപ്പൺ മൈൻഡോടെ വളരെ വലിയൊരു സ്നേഹത്തോടെ കുട്ടികൾ ഈ ഒരു ഫോമിൽ തന്നെ കുട്ടികൾ വളർന്നു വരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് നമ്മുടെ പേരൻസും കൂടെ കൊണ്ടു നടക്കുന്ന ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടു നടക്കുന്ന അവരുടെ ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ അക്കമ്പനിമെന്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിനു സർ പറഞ്ഞു കഴിഞ്ഞൂടെ അല്ലേ, ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തി പഠനം is the secondary things. Studies will come, but more than that, studies, our character formation is very very important. So അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും അവരെ ഫോം ചെയ്യേണ്ടതും പേരൻസ് തന്നെയാണ്. നല്ല കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, സ്നേഹിക്കുക, ചേർത്ത് നിർത്തുക, എല്ലാ ദിവസവും കുട്ടികളുമായി ഫ്യൂ മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുക. ഇത് വളരെ കൃത്യതയോടെ പേരൻസ് ചെയ്തിരുന്നാൽ നമ്മുടെ കുട്ടികൾ ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകത്തില്ല. കുട്ടികൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. Empower them in your hand, continue to love them, care for them, and keep them close to your heart. Definitely, they will turn to pods, they will turn to wonderful gifts for you in later life. Thank you. Good morning, all respected principal, teachers, and my dear friends. My name is Deekshita. I am a student of UKGB. On behalf of my class, I would like to thank the teachers who supported me. Thank you for everything. Your impact on my life will never be forgotten. Love you all. Teachers, and my dear fellow graduates, good morning everyone. My
love and support given to me. We have learned so much in kindergarten. Stories, rhymes, alphabet, and numbers. Our teachers helped us so much, and we wanted to make them proud as we take the next big steps. Let us enjoy this amazing day together. Myself, Yanya from UKGB. Respect the principal, teachers, parents, and my dear friends. I am thanking you for all the support and guidance and the great moments of our time. Love you, sister, teachers, parents, and all my dear friends. Good morning, everyone. I am Ivan Ahmad from UKG. Today is a special day for all of us. We are gathered here to celebrate our graduation day. With immense joy, I stand here to share my thoughts and feelings. First, I would like to thank our dear Principal Sister Molly Sebastian. We are beyond grateful for her guidance and support. Next, I want to extend my gratitude to our dear class teachers and sisters who have always been there for us, helping us learn and play. Thank you, Alya Miss, Soumya Miss, Jaffna Miss, Nandu Miss, Shibina Miss, and Sahara Sister. Thank you, aunties. Next, I want to thank all my dear friends. We learned a lot of things together. On behalf of my friends, I take this opportunity to thank all our teachers and sisters who have always to become a better person. Once again, congratulations, all my dear friends. I love my school, I love my teachers, I love my friends. Thank you. Good morning, everyone. Respected teachers and my dear friends. Today is my last day at UKG. We all are here to celebrate graduation ceremony. I would like to share some of my experiences in UKG. I learned reading, writing, addition, subtraction, etc. And we also celebrate special days such as Teachers' Day, Children's Day, Colors Day, etc. That makes me mentally and physically. Thank you, Miss, for making me bloom and grow. My dear friends, today is our day.
grade last year UKG. Or we are going to first standard. Congratulations, thank you. From kindergarten